ോടുകൂടി ലോകമെമ്പാടുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സിനും അല്ലെങ്കിൽ ഡിഫൻസ് എഞ്ചിനീയേഴ്സിനും അല്ലെങ്കിൽ ഈ എയർ ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ അവരുടെ അറിവും ബുദ്ധിയും റിസർച്ചും എല്ലാം ഉപയോഗിക്കാൻ ഒരു പുതിയ മേഖല അല്ലെങ്കിൽ പുതിയ വഴി തുറന്നു കിട്ടി. അതാണ് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റെൽത്ത് ടെക്നോളജി. അമേരിക്ക അങ്ങനെയാണ്. ഈ ലോകത്ത് മനുഷ്യർ എന്ത് ചിന്തിക്കണം, എന്ത് റിസർച്ച് നടത്തണം, ഏത് ടെക്നോളജിയൊക്കെ പുതുതായിട്ട് അവതരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് കഴിക്കണം എന്നുവരെ തീരുമാനിക്കുന്നത് അവരാണ്. അതായത് അമേരിക്ക പുതിയൊരു ടെക്നോളജി ഉണ്ടാക്കുന്നു, എന്നിട്ട് ഇതാണ് ലോകത്തിൻ്റെ ഭാവി എന്നും പറഞ്ഞുകൊണ്ട് ഈ ടെക്നോളജി ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. അതോടുകൂടി ലോകത്തുള്ള സകല മനുഷ്യർ, എന്നെയും നിങ്ങളെയും പോലുള്ള എല്ലാ സാധാരണ മനുഷ്യന്മാരും അല്ലെങ്കിൽ വിവരമുള്ള റിസർച്ചേഴ്സും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളും എല്ലാം പിന്നെ ഇതിൻ്റെ പുറകെയാണ്. ആരും തന്നെ മറിച്ചൊന്നും ചിന്തിക്കത്തില്ല, അല്ലെങ്കിൽ മറിച്ച് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതികളൊന്നും പുറം ലോകം കാണുകയില്ല. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കുറച്ചുകൂടെ വിശദമാക്കി തരാം. അതായത് നാം ഇന്ന് ജീവിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മാനവരാശി മുൻപെങ്ങും കൈവരിച്ചിട്ടില്ലാത്ത തരം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അഭിവൃദ്ധിപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികൾ എല്ലാം നമുക്കിന്ന് സ്വന്തമാണ്. ആ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ശാസ്ത്രകാരൻ എന്ന രീതിയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ടെക്നോളജികളെ അല്ലെ ഈ അഭിവൃദ്ധിയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഈ ടെക്നോളജികളെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, അല്ലെ ഈ ടെക്നോളജികൾ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അമേരിക്ക നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നടന്ന റിസർച്ചിൻ്റെ ഫലമായിട്ടാണ്. അതായത് അമേരിക്ക പറയുന്നു ഇതാണ് പുതിയ ടെക്നോളജി, നമ്മളെല്ലാം അതിൻ്റെ പുറകെ വന്നു. അതായത് ഉദാഹരണത്തിന് അവർ കമ്പ്യൂട്ടറും ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് വന്നു. ലോകം മുഴുവൻ അവരെക്കാളും നല്ല കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടാക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിന് അവർ പുതിയൊരു സാധനം കൊണ്ടുവന്നു. സ്മാർട്ട് ഫോണും സോഷ്യൽ നെറ്റ്വർക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ ലോകം മുഴുവൻ അതിൻ്റെ പുറകെയായി. അപ്പോൾ ഇതൊക്കെ ഈ രണ്ട് കാര്യങ്ങളും വെറുതെ പെരിഫറലായിട്ട് ഞാൻ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് പറയാമെങ്കിലും വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് പെട്രോളിയം, ഈ അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന സാധനത്തിനെ ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് മുകളിലുള്ള അപ്രമാദിത്യം നിലനിർത്താൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധമാണ് പെട്രോളിയം. അപ്പോൾ കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ട് ഈ അമേരിക്കൻ ഡോളർ ഈ പെട്രോളിയത്തിൻ്റെ സഹായത്തോടെ ലോക സാമ്പത്തിക മേഖലയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിച്ചിങ്ങനെ നിന്നപ്പോഴത്തേക്കിന് നമ്മുടെ ചൈന ഇതേ കാർഡ് എടുത്ത് അമേരിക്കയ്ക്കെതിരെ കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അമേരിക്ക കംപ്ലീറ്റ് കളം മാറ്റി. അവർ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പെട്രോളിയം റിസർവും കുഴിച്ചെടുത്ത് അവരുടെ ഓയിൽ ഷെയിലുകൾ മുഴുവൻ മൈൻ ചെയ്തെടുത്ത് പെട്രോളിയത്തിൻ്റെ വില മാർക്കറ്റിൽ ഗണ്യമായി ഇടിയുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ EV എന്ന് പറയുന്നൊരു പുതിയ കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടു. ഇപ്പോൾ നോക്കി ലോകം മുഴുവൻ EVയുടെ പുറകെയാണ്, ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5th ജനറേഷൻ ഫൈറ്ററിനെ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ലോകത്തിൻ്റെ ചിന്താശേഷിയെ വഴിതിരിച്ചു വിടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഡിഫൻസ് മേഖലയിൽ നടക്കുന്ന റിസർച്ചുകളെ മുഴുവൻ വഴിതിരിച്ചു വിടാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു ഗിമ്മിക്ക് മാത്രമല്ല ഈ 5th ജനറേഷൻ ഫൈറ്റർ എന്നത്. അതായത് ഈ F-22 റാപ്റ്റർ എന്ന് പറയുന്ന വിമാനം അതായത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ 5th ജനറേഷൻ ഫൈറ്റർ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 5th ജനറേഷൻ ഫൈറ്റർ. ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ 1997 റാപ്റ്റർ അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അത് ആദ്യമായിട്ട് പറക്കുന്നത്. അതിനുശേഷം ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞുള്ള ഹിസ്റ്ററി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം. അതിനിടയ്ക്ക് റാപ്റ്ററിന് തുല്യമായി നിൽക്കുന്ന ഒരു വിമാനം പോലും അമേരിക്ക ഉണ്ടാക്കിയെടുത്തില്ല. ഒരു പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു അഫെയർ ആയതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാതിരുന്നത്. എന്നിരുന്നാലും ഈ റാപ്റ്റർ എന്ന് പറയുന്ന വിമാനം F-22 റാപ്റ്ററിനെ അവർ കാര്യമായ രീതിയിലൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോലും അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് F-35 എന്ന് പറയുന്നൊരു സാധനം നിർമ്മിച്ച് ഈ 5th ജനറേഷൻ ടെക്നോളജി അവർ വിൽക്കാനൊരു ശ്രമം നടത്തി. അല്ലാതെ ഈ മേഖലയിൽ കാര്യമായ രീതിയിലുള്ള ഒരു റിസർച്ചും അമേരിക്ക നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ന് ഈ 5th ജനറേഷൻ ഫൈറ്ററിൻ്റെ പുറകെയാണ്. അതുകൊണ്ടാണ് ഈ AMCയെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കമൻറ്റുകൾ എനിക്ക് ലഭിച്ചിട്ടും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഇങ്ങനൊരു തോന്നൽ എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണ്. അതായത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സുഖോയ് Su-30 MKIക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഈ 5th ജനറേഷൻ ഫൈറ്ററിന് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതല്ല, ഇനി നമ്മൾ വളരെയധികം പണവും സമയവും ചെലവഴിച്ച് റിസർച്ച് ചെയ്ത് ലോകത്തിലെ ഏറ്റവും മികച്ച 5th ജനറേഷൻ ഫൈറ്റർ നിർമ്മിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴേക്കും അമേരിക്ക തികച്ചും വ്യത്യസ്തമായ ഒരു ടെക്നോളജി ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും. അതായത് ഒരു ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി റഡാറോ അല്ലെങ്കിൽ ഒരു ലോ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ബേസ്ഡ് എയർലി വാർണിംഗ് സിസ്റ്റമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ശക്തമായ രീതിയിലുള്ളത് വേണം. അങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ തികച്ചും അപ്രസക്തമായി പോകാനുള്ളൊരു കാര്യം മാത്രമാണ് ഈ സ്റ്റെൽത്ത് ടെക്നോളജി അല്ലെങ്കിൽ ഈ 5th ജനറേഷൻ ഫൈറ്റർ എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ശക്തമായ ഒരു റഡാറോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് റിയൽ ടൈം എയർലി വാർണിംഗ് സിസ്റ്റമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5th ജനറേഷൻ ഫൈറ്റർ എന്ന് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ കട്ടയും പടം മടങ്ങും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം 5th ജനറേഷൻ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് ടെക്നോളജി മാത്രമല്ല വേറെ പല കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ 5th ജനറേഷൻ ഫൈറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റെൽത്ത് ടെക്നോളജിയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ചില അനുമാനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റുകൾ ഇടുക. അപ്പോൾ നമുക്ക് AMCയിലേക്ക് ചെല്ലാം. അപ്പോൾ എന്താണ് ഈ അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ
AMCA. അതായത് നമ്മുടെ HALലും DRDOയുടെ കീഴിലുള്ള ADA എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഇവർ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 5th ജനറേഷൻ ഫൈറ്ററാണ് ഈ AMCA. 5th ജനറേഷൻ ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ മീഡിയം സൈസ്ഡ് എയർക്രാഫ്റ്റ് ആണത്. അപ്പോൾ HALലും ADAയും കൂടാതെ ഇതിൽ വേറെ ചില പ്രൈവറ്റ് പ്ലെയേഴ്സും ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ AMCA എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ഒരു 5th ജനറേഷൻ ഫൈറ്ററാണ്. അപ്പോൾ 5th ജനറേഷൻ ഫൈറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫൈറ്ററുകൾ, അതാണ് 5th ജനറേഷൻ ഫൈറ്റർ. അതായത് ടെക്നോളജിക്കലി നോക്കുമ്പോൾ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫൈറ്ററുകൾ. അപ്പോൾ എന്താണ് ഈ 5th ജനറേഷൻ ഫൈറ്ററുകളെ വ്യത്യസ്തമാകുന്നത്? 5th ജനറേഷൻ ഫൈറ്ററുകളെ വ്യത്യസ്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റെൽത്ത് ടെക്നോളജിയാണ്. സ്റ്റെൽത്ത് ടെക്നോളജി കൂടാതെ ഇതിന് സൂപ്പർ ക്രൂസ് ചെയ്യാൻ സാധിക്കണം. കൂടാതെ ഇതിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഏവിയോണിക്സ് ആവശ്യമാണ്. അതായത് LPIR പോലുള്ള ടെക്നോളജികൾ ആവശ്യമാണ്. കൂടാതെ ഈ ഫ്ലൈ ബൈ വയർ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ള ഈ 4th ജനറേഷൻ ഫൈറ്ററുകൾ, അഡ്വാൻസ് 4.1 ജനറേഷൻ ഫൈറ്ററുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു പടി കൂടെ കടന്ന് ഫ്ലൈ ബൈ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന സംവിധാനമാണ് പല 5th ജനറേഷൻ ഫൈറ്ററുകളിൽ ഇന്ന് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം, ഡിജിറ്റൽ സിസ്റ്റങ്ങളും ആവശ്യമാണ്. അതായത് ഒരു എയർ ബാറ്റിൽ ഫീൽഡിലുള്ള ഫ്ലൈയിങ് ഒബ്ജക്ട്സുകളെ, അതായത് നമ്മുടെ ശത്രുവിന്റെ അല്ല സ്വന്തമായിട്ടുള്ള ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ 5th ജനറേഷൻ ഫൈറ്ററുകളുടെ കേപ്പബിലിറ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു 5th ജനറേഷൻ ഫൈറ്ററുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റെൽത്ത് ടെക്നോളജി, രണ്ടാമത്തത് സൂപ്പർ ക്രൂയിസ് എന്ന് പറയുന്ന ടെക്നോളജി. ഇതിനെ രണ്ടിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം സ്റ്റെൽത്ത് ടെക്നോളജി. അതാണ് 5th ജനറേഷൻ ഫൈറ്ററുകളെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് സ്റ്റെൽത്ത് ടെക്നോളജി? സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് നമുക്കറിയാം ഈ റഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സിലെ മൈക്രോവേവ്സിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. അത് ഡോപ്ലർ എഫക്റ്റ് വെച്ച് പ്രവർത്തിക്കുന്ന സാധനമാണ്. അതായത് റഡാറിന് ഒരു ട്രാൻസ്മിറ്റർ കാണും, അവിടുന്ന് കുറേ റേഡിയോ വേവ്സിനെ അങ്ങോട്ട് അവർ സിഗ്നൽ ആയിട്ടായിരിക്കും. ആ റേഡിയോ വേവ്സ് ഏതെങ്കിലും വസ്തുക്കളിൽ ചെന്ന് തട്ടി തിരിച്ചു വരുന്ന തരങ്ങൾ ഒരു റിസീവർ ഉപയോഗിച്ച് സ്വീകരിക്കുകയും ആ തരംഗങ്ങളെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഒബ്ജക്റ്റിലാണ് തട്ടി തിരിച്ചു വന്ന് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ ഒരു വിമാനം ഒരു റഡാറിന്റെ പരിധിയിലേക്ക് കയറുമ്പോഴത്തേന് റഡാറിന്റെ ഇതുപോലുള്ള സിഗ്നലുകൾ ആ വിമാനത്തിൽ തട്ടി തിരിച്ച് അതിന്റെ റിസീവറിൽ വരികയും അങ്ങനെ റഡാർ ഈ വിമാനത്തെ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഒരു 5th ജനറേഷൻ ഫൈറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന റഡാർ വേവ്സിനെ, അതായത് റഡാർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സിനെ വഴിതിരിച്ചുവിടും. റഡാറിലേക്ക് തിരിച്ചെത്താത്ത രീതിയിൽ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ ഈ വേവ്സിനെ ആഗിരണം ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വിമാനത്തിൽ നിന്നും ഒരു തരംഗവും ഒരു റഡാർ വേവും പ്രതിഫലിച്ച് ഈ റഡാറിന്റെ റിസീവറിൽ എത്തത്തില്ല. അതുകൊണ്ട് തന്നെ ഈ റഡാറിന് ഈ വിമാനത്തെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഇതാണ് ഈ ടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ റിയൽ വേൾഡിൽ അങ്ങനെ ആയിരിക്കത്തില്ല. കുറെ തരംഗങ്ങളൊക്കെ തിരിച്ചു ചെല്ലും. പക്ഷേ ഈ ചെല്ലുന്ന തരംഗങ്ങളുടെ അളവ് വളരെ കുറവായതുകൊണ്ട് ഈ വിമാനത്തെ റഡാറിന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെ ആലങ്കാരികമായിട്ട് ഇങ്ങനെ പറയാം. അതായത് ഒരു F-22 റാപ്റ്റർ ഒരു റഡാറിന്റെ പരിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ റഡാറിന് ഈ F-22 റാപ്റ്ററായിട്ട് തോന്നത്തില്ല. അതൊരു കുരുവിയായിട്ടോ അല്ലെങ്കിൽ ഒരു കിളിയായിട്ടോ ഒക്കെ തോന്നത്തുള്ളൂ. അതായത് ഈ F-22 റാപ്റ്റർ റഡാറിന്റെ വളരെ അടുത്തെത്തിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ഇതിനെ തിരിച്ചറിയാൻ ഈ റഡാറിന് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഈ റഡാർ ഈ വിമാനത്തെ തിരിച്ചറിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ വിമാനം റഡാറിന്റെ പണിക്കുറ്റം തീർത്തിട്ടുണ്ടായിരിക്കും. അതാണ് സ്റ്റെൽത്ത് ടെക്നോളജി. ഇനി രണ്ടാമത്തെ സംഭവമാണ് സൂപ്പർ ക്രൂയിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൂപ്പർ ക്രൂയിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ലോകത്ത് നിലവിലുള്ള എല്ലാ ഫൈറ്റേഴ്സും ഏതാണ്ട് ഒട്ടുമിക്ക ഫൈറ്റേഴ്സും ഈ സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കാൻ ശേഷിയുള്ളവയാണ്. സൂപ്പർ ക്രൂസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കുക എന്നുള്ളത് മാത്രമല്ല, അതായത് ഇന്നുള്ള വിമാനങ്ങളെല്ലാം തന്നെ സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കാൻ പറ്റുന്ന വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. അതായത് ഈ മിക്ക എഞ്ചിനുകളിലും ആഫ്റ്റർ ബേണേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആഫ്റ്റർ ബേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജെറ്റ് എഞ്ചിൻ കത്തിച്ച് പുറത്തേക്ക് വിടുന്ന വളരെ ചൂടുള്ള എക്സോസ്റ്റ് ഗ്യാസിലേക്ക് വീണ്ടും ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കത്തിച്ച് ത്രസ്റ്റ് വർദ്ധിപ്പിച്ച് സ്പീഡ് വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഈ ആഫ്റ്റർ ബേൺ ടെക്നോളജി ഉപയോഗിച്ചാണ് മിക്ക വിമാനങ്ങളും ഈ സൂപ്പർസോണിക് സ്പീഡ് പിടിക്കുന്നത്. അത് അല്പം നേരം ചെയ്യാൻ പറ്റത്തില്ല. വളരെയധികം ഫ്യൂവൽ കൺസംപ്ഷൻ വരുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. അത് തന്നെ ഒരു സ്റ്റെൽത്ത് വിമാനത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ചൂട് വല്ലാതെ വർദ്ധിക്കുകയും ഈ വിമാനം പെട്ടെന്ന് തന്നെ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സൂപ്പർ ക്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ ബേണറുകളുടെ സഹായമില്ലാതെ നിരന്തരമായിട്ട്, അതായത് വിമാനം പറന്നു തുടങ്ങി കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് സൂപ്പർസോണിക് സ്പീഡിൽ പറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സൂപ്പർ ക്രൂയിസ് നടത്തണമെങ്കിൽ വളരെയധികം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനുകൾ ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ 5th ജനറേഷൻ ഫൈറ്റർ ആയിട്ടുള്ള F-22 റാപ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രാറ്റ് ആൻഡ് വൈറ്റിന്റെ F119 എന്ന് പറയുന്ന എഞ്ചിനാണ്. ഈ F119 എഞ്ചിന് ഏതാണ്ട് 119-120 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അമേരിക്കയുടെ രണ്ടാമത്തെ 5th ജനറേഷൻ ഫൈറ്റർ ആയിട്ടുള്ള F-35 ലൈറ്റനിങ്, ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പ്രാറ്റ് ആൻഡ് വൈറ്റിന് F135 എന്ന് പറഞ്ഞ എഞ്ചിനാണ്. ഇതിന്റെ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 191 കിലോ ന്യൂട്ടനാണ്. വളരെയധികം ത്രസ്റ്റാണ്. അതായത് നമ്മൾ പല ജെറ്റ് വിമാനങ്ങളുടെ എഞ്ചിൻ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇരിക്കുന്ന ഈവൻ നമ്മുടെ സുഖോയുടെ അല്ലെങ്കിൽ നമ്മളിപ്പം മേടിച്ചിരിക്കുന്ന റഫാലിന്റെ ഒക്കെ എഞ്ചിൻ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെയൊക്കെ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 കിലോ ന്യൂട്ടൺ 100 കിലോ ന്യൂട്ടന് താഴെയായിരിക്കും. അപ്പോൾ ഈ 5th ജനറേഷൻ ഫൈറ്ററുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എഞ്ചിൻ, അതായത് 100 കിലോ ന്യൂട്ടന് മുകളിൽ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ ഈ AMCയിലേക്ക് വരികയാണെങ്കിൽ AMCയെ കുറിച്ച് ധാരാളം വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ 2022 ഈ സാധനം അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ 2022 എല്ലാ റിസർച്ചുകളും
പൂർത്തിയാക്കി എല്ലാ ടെസ്റ്റുകളും പൂർത്തിയാക്കി 2022 AMCA ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായി തീരുകയാണെങ്കിൽ 2022 ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച 5th ജനറേഷൻ ഫൈറ്റർ ആയിരിക്കും ഈ AMCA എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ 2022 എന്നല്ല 2026 കഴിയുന്നതോടുകൂടി മാത്രമേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനത്തിൽ. അതായത് 2023 ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുമെന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല 2023 ഫസ്റ്റ് ഫ്ലൈറ്റ് നടക്കുന്നു. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ 2 വർഷം കൊറോണ തിന്നുപോയി. അതുകൊണ്ട് തന്നെ ആ വർഷങ്ങളിലൊന്നും റിസർച്ച് കാര്യമായിട്ട് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ 2022 എന്നുള്ള അല്ലെങ്കിൽ 2023 എന്ന് പറയുന്ന കാര്യമൊക്കെ മുന്നോട്ട് പോയി 2025, 26 ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ഡിസൈൻ ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത സ്റ്റേജിലാണുള്ളത്. അതായത് ഇതിന്റെ വിൻഡ് ടണൽ മോഡലൊക്കെ നമ്മൾ പല എക്സിബിഷനുകളിലും പല എയർ ഷോകളിലും ഒക്കെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ മോഡൽ എങ്ങനെയാണ് ഈ AMCയുടെ രൂപം എന്നുള്ളത് ഏതാണ്ട് ഫൈനലൈസ് ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രോട്ടോടൈപ്പുകളും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിന്റെ റിയൽ ലൈഫ് മോഡലുകൾ ഉണ്ടാക്കിയുള്ള ടെസ്റ്റിംഗ് ആണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ വിൻഡ് ടണൽ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ എയർ ഫ്ലൈം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അധികം സമയം വേണ്ടി വരത്തില്ല. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ എഞ്ചിനാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഒരു സ്വന്തമായിട്ടൊരു ജെറ്റ് എഞ്ചിൻ ഇല്ല. നമ്മൾ കാവേരി എഞ്ചിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാവേരി എഞ്ചിനെ നമുക്ക് ഇവിടെ ഈ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു എഞ്ചിൻ വേണം. വളരെ ശക്തിയേറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ജിയുടെ F414 എന്ന് പറയുന്ന എഞ്ചിനായിരിക്കും. F414 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F-18 ഹോർണറ്റിൽ ഉപയോഗിക്കുന്ന എഞ്ചിനാണ്. F-18 ഹോർണറ്റിൻ്റെ എഞ്ചിനാണ്. ഇതേ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ തേജസ് MK2 Mark 2 ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ത്രസ്റ്റ് മാക്സിമം, അതായത് ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചാൽ പോലും 98 കിലോമീറ്ററിനെ വരത്തുള്ളൂ. പക്ഷേ നമ്മൾ മറ്റുള്ള സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ 5th ജനറേഷൻ ഫൈറ്ററുകളുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ 5th ജനറേഷൻ ഫൈറ്ററുകളിലും 110 കിലോമീറ്റർ അല്ലെങ്കിൽ 120 കിലോമീറ്ററിന് മുകളിലാണ് എല്ലാത്തിൻ്റെയും തന്നെ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ചൈന ഉപയോഗിക്കുന്ന J-20 കാര്യം എടുത്താലും അല്ലെങ്കിൽ റഷ്യയുടെ Su-57 കാര്യം എടുത്താലും എല്ലാം 146, 150, 158 കിലോമീറ്റർ ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് അതിനുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ഈ എഞ്ചിന് 98 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇനിഷ്യൽ ടെസ്റ്റിങ്ങിനൊക്കെ ഈ എഞ്ചിൻ ഉപയോഗിക്കാമെങ്കിലും അത് കഴിഞ്ഞ് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു എഞ്ചിൻ അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ എഞ്ചിൻ നിർമ്മിക്കാൻ നമ്മൾ 1 എന്ന് പറഞ്ഞാൽ പുതിയ എഞ്ചിൻ നിർമ്മിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന സമയത്തൊന്നും എഞ്ചിൻ നിർമ്മിച്ച് തീരത്തില്ല. അതായത് ഇത്രയും ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിൻ നമുക്ക് ഈ പറഞ്ഞ കാലയളവിലൊന്നും നിർമ്മിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെക്നോളജി ഉള്ള മറ്റ് ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് വേണമെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുമ്പോൾ ജിയുടെ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്നീക്മ, അതായത് നമ്മുടെ ഈ റഫാലിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ M88 എന്ന് പറയുന്ന എഞ്ചിൻ, അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഹൈ ത്രസ്റ്റ് പ്രൊഡ്യൂസിങ് എഞ്ചിൻ നിർമ്മിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ജിയുടെ GF414 എന്ന് പറയുന്ന എഞ്ചിനെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് വളരെയധികം ശക്തമായ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഹൈ ത്രസ്റ്റ് പ്രൊഡ്യൂസിങ് എഞ്ചിനാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ റഷ്യ ഇതേ കാര്യം തന്നെയാണ് ഈ Su-57 എഞ്ചിന് വേണ്ടി ചെയ്തത്. അതായത് Su-57 ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ സാറ്റേൺ AL-31 എന്ന് പറയുന്ന എഞ്ചിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. അത് ഹൈലി അപ്ഗ്രേഡഡ് വേർഷനാണ്. ഇതേ എഞ്ചിൻ തന്നെയാണ് സാറ്റേൺ AL-31 എന്ന് പറയുന്ന അതേ എഞ്ചിൻ തന്നെയാണ് പിന്നീട് ചൈന J-20 നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ആ എഞ്ചിന്റെ അപ്ഗ്രേഡഡ് വേർഷനാണ്. പിന്നീട് ചൈന ഇൻഡിജിനസ് ആയി നിർമ്മിച്ച WS-10 എന്ന് പറയുന്ന ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ഈ പറഞ്ഞ സാധനം റീപ്ലേസ് ചെയ്തു. പക്ഷേ ഈ WS-10നെ നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും WS-10 എന്ന് പറയുന്നതും ചൈന ഇൻഡിജിനസ് ആയിട്ട് നിർമ്മിച്ച എഞ്ചിൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ ബേസിക് ടെക്നോളജി ഒക്കെ അമേരിക്കയുടെയാണ്. അതായത് ജിയുടെ ജനറൽ ഇലക്ട്രിക്സിന്റെ F101 എന്ന് പറയുന്ന എഞ്ചിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ, അതായത് അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ഒരു എഞ്ചിനാണ് ചൈനയുടെ WS-10 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കും ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ GF414 എന്ന് പറയുന്ന എഞ്ചിനെ അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കോറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്നീക്മയുടെ M88നെ അടിസ്ഥാനപ്പെടുത്തി വേണമെങ്കിൽ ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ. ഇവരൊക്കെ ആയിട്ട് ദീർഘകാലമായിട്ടുള്ള ഡിഫൻസ് കോൺട്രാക്റ്റുകൾ നമുക്ക് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെയൊക്കെ ടെക്നോളജികൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെക്നോളജി ഷെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫൈനലായിട്ട് ഉണ്ടായി വരുന്ന ഈ ഹൈ ത്രസ്റ്റ് എഞ്ചിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം, അതായത് അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ HALൻ്റെ കയ്യിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പണം ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെ വിദേശ കമ്പനികളെ കൂട്ടുപിടിച്ചുകൊണ്ട് റിസർച്ച് നടത്തുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശും പോവും, ഇതിൻ്റെ റിസൾട്ട് കൊണ്ട് അമ്മാർ പോവുകയും ചെയ്യും. വീണ്ടും പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിട്ട് വരും. അതല്ല നേരെ തിരിച്ച് ഈ വരുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഈ എഞ്ചിനുകൾ ഇവിടെ നിർമ്മിച്ചെടുക്കുന്നതിനൊന്നും അവരെ ആശ്രയിക്കേണ്ട കാര്യം വരത്തില്ല. അപ്പോൾ ഏതായാലും 2026 അതിനുശേഷമോ AMCA ആദ്യ പറക്കൽ നടത്തുമ്പോഴത്തേക്കും അതിലുപയോഗിക്കുന്ന എഞ്ചിൻ തീർച്ചയായും ഈ ജിയുടെ F414 എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയായിരിക്കും. അപ്പോൾ ഈ സൈമൾട്ടേനിയസ്ലി നമ്മളിപ്പോൾ റിസർച്ചുമായിട്ട് മുന്നോട്ട് പോകണം 2-3 വർഷത്തിനകം അല്ലെങ്കിൽ 5-6 വർഷത്തിനകം നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊരു
എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്ത് AMCയെ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അതായത് നമുക്ക് ശക്തമായ ഒരു എഞ്ചിൻ ആവശ്യമാണ്. അതായത് AMCയെ കുറിച്ച് പറയുകയാണെങ്കിൽ AMCയെ 2 ഘട്ടങ്ങളായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ AMCA MK1 എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ നമ്മളൊരു 5th ജനറേഷൻ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 5th ജനറേഷൻ ഫൈറ്റർ നിർമ്മിക്കും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ AMCA MK2 ആണ്. ഇതിനെക്കുറിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ രണ്ടാമത്തെ ഘട്ടം ആകുമ്പോഴത്തേക്കിനും ലോകത്ത് 6th ജനറേഷൻ ഫൈറ്റർ ടെക്നോളജി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടെക്നോളജിയുടെ കാര്യങ്ങൾ, അതായത് അൺമാൻഡ് ഫ്ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള വെപ്പൺസ്, അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലുള്ള മിസൈലുകൾ, ബോംബുകളൊന്നുമല്ല, ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഡ്യൂ വെപ്പൺസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത്, അതായത് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ശക്തമായ ലേസറുകൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ശത്രുവിനെ കരിച്ചു കളയുന്ന പരിപാടിയാണ് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള ഹൈലി ചാർജ്ഡ് ഹൈ എനർജി ലേസറുകളൊക്കെ ഇതിൽ നിന്നും പ്രയോഗിക്കണമെങ്കിൽ ഈ എനർജി എവിടെ നിന്ന് വരും? എനർജി വരണമെങ്കിൽ നമുക്കൊരു ശക്തമായ എഞ്ചിൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹൈ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനുകൾ നമുക്ക് തീർച്ചയായും ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ രണ്ടാമത്തെ ഘട്ടത്തിലേക്കൊക്കെ കടക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് AMCയെ കുറിച്ച് നമ്മൾ രണ്ടാമതൊരു വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഈ മേഖലയിൽ നല്ല അറിവുള്ള പല വ്യൂവേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ കമൻറ്റുകൾ എനിക്ക് കിട്ടണം. AMCയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള, നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകൾ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത്തരം കമൻറ്റുകൾ കിട്ടിക്കുമ്പോൾ ആ കമൻറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളോട് അടിസ്ഥാനപ്പെടുത്തി ഒരു പുതിയ വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ആവശ്യമാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.